ഇടവകയിൽ ആദ്യമായിട്ടാണ് അമ്പതിരുന്നാളിനോടനുബന്ധിച്ച് പിണ്ടി ഡെക്കറേഷൻ കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോഴുള്ളത് കടുപ്പശ്ശേരി ഇടവകയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യമായിട്ടാണ് ഈ പിണ്ടി ഡെക്കറേഷൻ കോമ്പറ്റീഷൻ നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളും ആദ്യമായിട്ട് തന്നെയാണ് ഈ ഒരു ഇടവകയിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് കണ്ണൂക്കാടൻ ജെയിംസ് ഏട്ടൻ്റെ വീട്ടിലേക്കാണ്. ഇവിടെ നിങ്ങളിതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ടൊരു പിണ്ടി ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും പിണ്ടി നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്തിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ പുതിയതായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നവരാണെങ്കിലും നമുക്ക് കുറേ സംശയങ്ങൾ മനസ്സിൽ വരും അല്ലേ. എത്ര പ്ലീറ്റ്സ് കുത്തണം, അതുപോലെ എത്ര കൊടികളാണ് ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, ഈ ഗം ഒട്ടിച്ചതിന് ശേഷമാണോ പിണ്ടിയിലേക്ക് സെറ്റ് ചെയ്യുന്നത് അതോ പിണ്ടിയിൽ സെറ്റ് ചെയ്തതിന് ശേഷമാണോ ഒട്ടിച്ച് കൊടുക്കുന്നത്, അങ്ങനെ കുറേ സംശയങ്ങളാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെല്ലാം ഇന്ന് കൃത്യമായിട്ടൊരു ഉത്തരം നിങ്ങൾക്ക് എന്തായാലും തരാൻ പറ്റും. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, അത്ര ഭംഗിയായിട്ടാണ് ഇവിടെ ചേട്ടൻ ഈ ഒരു പിണ്ടി ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഈ ഒരു പിണ്ടി ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ചേട്ടാ, നമ്മൾ ഈ ഫേസിൽ എത്ര പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്? 88 വെച്ചിട്ടുണ്ട്. 90 ആണ് ശരിക്കും വെച്ചാൽ 2 പീസ് ഡാമേജ് വന്നതുകൊണ്ട് 88. ഓക്കെ, അപ്പോൾ 88 പ്ലീറ്റ്സ് ആണ് കേട്ടോ ഇവിടെ കുത്തി കൊടുത്തിട്ടുള്ളത്. ഈ പ്ലീറ്റ്സ് ഒക്കെ ഒട്ടിച്ചതിന് ശേഷമാണ് ഒട്ടിച്ചതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. പേരാമ്പ്ര നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കുറേ പേര് അത് നോക്കി ഇങ്ങനെ ചെയ്യുന്നുണ്ട്, എന്നാലും കുറേ പേര് ആ വീഡിയോ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് കുറേ പേർക്ക് സംശയമുള്ളത്, ഇത് ഒട്ടിച്ചതിന് ശേഷമാണോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതോ സെറ്റ് ചെയ്തിട്ടാണോ ഒട്ടിക്കുന്നത് എന്നുള്ളതൊക്കെ കേട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതെങ്ങനെ ചെയ്യണേന്ന് സംശയമുള്ളവർ എന്തായാലും ആ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. അതേപോലെ ഈ കൊടി കണ്ട്, ഈ കൊടി നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന കൊടിയാണ്, പക്ഷെ എന്നാലും ഇന്ന് ഈ കൊടികൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അത് സെറ്റ് ചെയ്തിരിക്കുന്നത് അത്ര ഭംഗിയിലാണ്, അത്ര പെർഫെക്ഷൻ, നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു കൊടികൾ ഇവിടെ കുത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചേട്ടാ, ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് കുറേ സമയം എടുക്കുന്നതാണോ? കുറച്ച് സമയം എടുക്കും. അപ്പൊ ഇതിൽ എത്ര കൊടികളുണ്ട്? ഏകദേശം 225 കൊടികൾ ഇവിടെ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കൊടികൾ കൊത്തി കൊടുത്തത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഭംഗി ഉള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് ഏകദേശം എത്ര ഹൈറ്റ് നിൽക്കുന്നുണ്ടെന്ന്? 15 സെന്റിമീറ്റർ. ബേസ് കഴിഞ്ഞിട്ട് 15 സെന്റിമീറ്റർ ആണ് ഇവിടെ ഈ ബേസിന്റെ ഇത്ര ഭാഗം കേട്ടോ. അതേപോലെ ഈ താഴേക്ക് എത്ര ഹൈറ്റ് വരുന്നുണ്ട്? 143 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ 143 സെന്റിമീറ്റർ ആണ് ഈ ഒരു ബേസിന്റെ ഹൈറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഹൈറ്റ്, ഈ ഒരു റേഷ്യോ ഒന്ന് കീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്ഷനിൽ തന്നെ ഈ ഒരു പിണ്ടി ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ പ്ലീറ്റ്സിൻ്റെ എണ്ണം 88 ആണെന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ ഇതിൽ ഈർക്കിലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 44 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈർക്കിലിൽ 2 പ്ലീറ്റ്സ് ആണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കണ്ടോ, ഈ ഒരു ഈർക്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് 2 പ്ലീറ്റ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ അതിന് ശേഷമാണ് ഈ ഒരു ഡയമണ്ട് ഇങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഈർക്കിലിൽ ഒരു പ്ലീറ്റ് ആണോ കൊടുക്കുന്നത് അതോ 2 എണ്ണമാണോ കൊടുക്കുന്നത്? അപ്പോൾ 2 എണ്ണം കൊടുക്കുമ്പോൾ തന്നെയാണ് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സംശയം എല്ലാവർക്കും മാറിയെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ചേട്ടാ, ഇത്ര പെർഫെക്ഷനിൽ നമുക്ക് വളരെ അപൂർവമായിട്ടേ കാണാൻ കിട്ടാറുള്ളൂ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മോനും സഹായിച്ചിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ ഭാര്യയും മോനും കൂടെയൊക്കെയാണ് ആളാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? മോൻ്റെ പേരെന്താ? ജെറോം. ഓക്കെ, ജെറോം ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതെന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു എന്താ പറയുക ഡെക്കറേഷൻ ആണെന്ന് തോന്നുന്നില്ല. നല്ല പരിചയമുള്ള, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ ചെയ്ത ഒരു ഇതാണ് നമുക്ക് തോന്നുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ വർഷവും ചെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ എത്തുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നാൾ ചേട്ടൻ ചെയ്ത ആ ഒരു വർക്ക് മിസ്സായി പോയത്. അപ്പോൾ ഇനിയും എല്ലാ വർഷവും മത്സരങ്ങൾ ഉണ്ടാവും തന്നെ വിചാരിക്കാം. അപ്പോൾ നല്ല എന്തായാലും പിണ്ടി എന്തായാലും മുറ്റത്തുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനിയും ഇവിടെ മത്സരം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറേ പിണ്ടികൾ ഇനിയും നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണാം. ഇവിടെ നമ്മുടെ ആൻമരിയെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പിണ്ടിയാണ് കേട്ടോ ഇത്. അപ്പം നമ്മളിവിടെ വന്ന് ഇറങ്ങി ആദ്യം തന്നെ ആൻമരിയെ പറഞ്ഞു, ആ ചേച്ചി എനിക്കറിയാം, ഞാൻ വീഡിയോ കാണാറുണ്ട് എന്ത് തന്നെയാണ് കേട്ടോ. ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി പറഞ്ഞു കേട്ടപ്പോഴേ. അപ്പോൾ ആൻമരിയ പുത്തൻ വീട്ടിൽ വിൽസൺ ചേട്ടൻ്റെ മകളാണ്. അപ്പോൾ ആൻമരിയാണ് ഈ ഒരു പിണ്ടിയുടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. കുറേ ദിവസം എടുത്തിട്ടാണ് അത് ഡെക്കറേറ്റ് ചെയ്തത്? 2 ആഴ്ച സമയം കൊണ്ടാണ് ചെയ്തത്. എന്തായാലും ചെയ്ത വർക്ക് നല്ല പെർഫെക്ഷൻ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഒരു ഡ്രോബാക്കും പറയാനില്ല, നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആൻമരി
ആൻമേരിയ മംഗലാപുരത്ത് പഠിക്കുകയാണല്ലേ, എന്ത് കോഴ്സ് ചെയ്യണേ? അനസ്തേഷ്യ ആൻഡ് ഓപ്പറേഷൻ. അടിപൊളി. അപ്പൊ എന്ത് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നു പറയുന്നു. അപ്പൊ എന്തായാലും നല്ലൊരു വിജയം ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്തായാലും പ്രാർത്ഥനയിൽ ഓർക്കാട്ടോ. അപ്പോൾ ഒപ്പം തന്നെ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ചെറിയൊരു എന്താ പറയാ പിണ്ടി ഡെക്കറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു ഒതുക്കാൻ പറ്റില്ല നമുക്ക് ആൻമേരിയനെ. ആൻമേരിയ നല്ലൊരു കലാകാരിയാണ്. ആൻമേരിയ വരച്ചിട്ടുള്ള കുറേ വർക്കുകൾ ഞങ്ങളിപ്പോൾ വിളിച്ച് കാണിച്ചു തന്നു. നല്ല ഭംഗിയായിട്ട് ടോം ആൻഡ് ജെറി വരച്ചിട്ടുണ്ട്. അതുപോലെ വചനം നമുക്ക് ഇഷ്ടപ്പെട്ട വചനങ്ങൾ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതിൽ സമ്മാനത്തിന് അർഹയായിട്ടുള്ള ആളാണ്. അതും ഞങ്ങളെ കാണിച്ചു തന്നു. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നന്നായി പെയിന്റിങ് ചെയ്യുന്ന ആളാണ് ആൻമേരിയ. അപ്പോൾ എന്തായാലും സമ്മാനം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ ഇനിയുള്ള വർഷങ്ങളിലൊക്കെ നന്നായി തന്നെ പിണ്ടി ഡെക്കറേറ്റ് ചെയ്യാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിലൊക്കെ വരാൻ ശ്രമിക്കാം. അപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട്. ആത്മാർത്ഥമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഞങ്ങളിപ്പോൾ ഇതിലേ പാസ് ചെയ്ത് പോയപ്പോൾ ജസ്റ്റിൻ ചേട്ടൻ്റെ വീട് അന്വേഷിച്ചാണ് കേട്ടോ പോയത്. അപ്പോൾ ഈ ഒരു പിണ്ടി കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു എൻ്റെ പൊന്നി ഇത് എന്തായി കാണണേന്നാണ് ചോദിച്ചത്. അത്രയ്ക്ക് രസമായിട്ടുണ്ട് ഈ ഫ്ലവേഴ്സ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കോങ്കോത്ത് ജസ്റ്റിൻ ചേട്ടൻ്റെ വീട്ടിലാണ് ഈ ഒരു പിണ്ടി ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ജസ്റ്റിൻ ചേട്ടൻ്റെ ഭാര്യ ബിജി അല്ലേ, മോള് ആഗ്ന, ജോവാക്യം, അടിപൊളി പേരാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. മത്സരത്തിന് പങ്കെടുക്കുന്ന പിണ്ടിയാണ്. അത് കൂടാതെ സെന്റ് സെബാസ്റ്റ്യൻ്റെ ഒരു സ്റ്റാച്യൂ കൂടി ഇവിടെ നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടിയാണ് ഇത് ചെയ്തത് അല്ലേ? എല്ലാവരും കൂടിയാണ്. എത്ര സമയം എടുത്തത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇത് ഈ രൂപത്തിലാക്കി എടുക്കാൻ ഒരു 5 മണിക്കൂറൊക്കെ എടുത്തു. 5 മണിക്കൂർ കൊണ്ട് ഈ സാധനം ഈ പ്ലീറ്റ്സ് ഒക്കെ അല്ലേ? ഇതിലിപ്പോ എത്ര പ്ലീറ്റ്സ്? 100 പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കിയത് എന്ത് പേപ്പർ ഉപയോഗിച്ചിട്ടാണ്? അത് ഫിനിക്സ് പേപ്പർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കി. നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഫ്ലവറിന്റെ കാര്യത്തിൽ എന്താ പറയാ, എങ്ങനെയാ അത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്ര ഭംഗിയിൽ ഫ്ലവേഴ്സ് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കിയത് മോളുണ്ട് കേട്ടോ. അത് ശരി. മോളാണ് ഇതൊക്കെ ചെയ്തത് അല്ലേ? ബഡ്. ഓക്കെ. ഈ ഫ്ലവറിന്റെ ബഡ് ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ആഗ്നയാണ് കേട്ടോ. അപ്പൊ ആ ക്രെഡിറ്റ് ആഗ്നയ്ക്ക്. അപ്പൊ ഈ ഫ്ലവേഴ്സ് ഒക്കെ ചേച്ചിയാണ് ഉണ്ടാക്കി. എല്ലാവരും കൂടെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റിൻ ചേട്ടനും സഹായിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റിലൊക്കെ ഇത് കാണുമ്പോഴല്ലോ നന്നായിട്ട് തിളങ്ങാണ്. ശരിക്കും നല്ല ലൈറ്റുകൾ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു ഈ കളറിന്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ഇത് പുറത്തുനിന്നുള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പൊ എല്ലാ വർഷവും ആദ്യമായിട്ടുള്ള ഒരു മത്സരത്തിന് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ അത് എല്ലാ വർഷവും ചെയ്യാറുണ്ടോ? എല്ലാ വർഷവും ചെയ്യാറുണ്ട്. മത്സരം ഞങ്ങളുടെ പള്ളിയിൽ ആദ്യമായിട്ടാണ്. അപ്പൊ എല്ലാവരും പറഞ്ഞു മത്സരം ആദ്യമായിട്ടാണ്. പക്ഷെ ഇതിലിപ്പോ മത്സരിക്കുന്ന പിണ്ടികൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണെന്നൊന്നും തോന്നില്ല കേട്ടോ. അത്ര നല്ല ഭംഗിയായിട്ടാണ് എല്ലാവരും ചെയ്തിട്ടുള്ളത്. സൂപ്പറായിട്ട് എല്ലാ വർഷവും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കാണ് മിസ്സായിട്ടുള്ളത്. മത്സരം ആദ്യമായിട്ടാണ്, പക്ഷെ എല്ലാ വർഷവും ഇവരുടെ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഇനിയുള്ള വർഷങ്ങളിലും എന്തായാലും ഉണ്ടാവും. അപ്പൊ ഞങ്ങളും എന്തായാലും വരാമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. മോള് BC എന്താ പഠിക്കുന്നത്? ബികോം പഠിക്കും. മോനോ 9th. ഏത് സ്കൂളിലാണ്? ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്താ പറയാ എല്ലാ ആശംസകളും അറിയിക്കുകയാണ് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. നല്ല ഭംഗിയായിട്ട് ഒരു മെഴുകുതിരി ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കോക്കാടൻ ഷാജിജാൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഷാജിജാൻ്റെ ഭാര്യ ടിൻഡു അല്ലേ? ടിൻഡു, അനിയത്തി ദിനു. പിന്നെ ഇവരുടെ മക്കളാണ്. ചേച്ചിയുടെ മോനാണ് അല്ലേ? മോന് പേരെന്താ? ആയുഷ്. അപ്പോൾ ഇയാളുടെ മക്കളാണ് റിച്ചാർഡ് ആൻഡ് ഫെർണാണ്ടോ. ചേച്ചിയുടെ മോൾ തന്നെയാണ് ഇവിടെ അല്ലേ? റിച്ചാർഡ് ഫെർണാണ്ടസ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു പിണ്ടി ഡെക്കറേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി കാണാനുണ്ട്. എന്തായാലും സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മെഴുകുതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആളൂര്, ആനന്ദപുരം, അതുപോലെ ഇരിങ്ങാലക്കുട ഒക്കെ കണ്ടിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഇവർ പറഞ്ഞു ഞങ്ങൾ വീഡിയോ കാണാറുണ്ട്, ചാനലിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരുപാട് സന്തോഷം. വീഡിയോ സ്ഥിരം കാണാറുള്ള ആൾക്കാരായിരുന്നു. ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഒരു പ്രത്യേകത തോന്നുന്നു. നമ്മൾ കയറിയിട്ടുള്ള എല്ലാ വീട്ടിലും ചെന്നപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, വീഡിയോ സ്ഥിരം കാണാറുള്ളവരാണ്. നേരത്തെ അലീനയും അവിടെ അലീനയുടെ അനിയത്തിയും ഒക്കെ പറയുന്നത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം. ഇവിടെ ഞങ്ങളിവിടെ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിലും ഇവിടെ നമ്മൾ വന്ന വീടുകൾ എല്ലാവരും അറിയുന്നവർ തന്നെയാണ്. എല്ലാവരും വീഡിയോ സ്ഥിരം കാണുന്നവർ തന്നെയാണ്. അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് തോന്നി.
പിന്നെ നമ്മുടെ മെഴുകുതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു മോഡൽ തന്നെയാണ്, അധികം ആരും ചെയ്തിട്ടില്ലാത്തൊരു മോഡലാണ്, നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മത്സരങ്ങൾക്കൊക്കെ മാർക്ക് ഇടുന്ന സമയത്ത് ശരിക്കും നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ട മത്സരം, അതായത് നല്ല എന്താ പറയുക ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനൊക്കെ വരുന്ന സമയത്ത് ഒരേ റേഞ്ചിൽ നിൽക്കുന്ന കുറേ പിണ്ടികളുണ്ടാവും. അപ്പോൾ നമുക്ക് ഏതിനായിരിക്കും ഫസ്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഏതിനാണ് സമ്മാനം കൊടുക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പം നമ്മൾ മെഴുകുതിരിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ റേഷ്യോ നോക്കും, അതായത് അതിൻ്റെ ഹൈറ്റും അതിൻ്റെ ആ ഒരു വിത്തൊക്കെ കറക്റ്റ് റേഷ്യോയിൽ തന്നെയാണോ എന്നുള്ളതായിരിക്കും ഒരു കാര്യം നോക്കുക. അതേപോലെ ഇതിൻ്റെ തീനാളം, ഇതിൻ്റെ ഈ ഫ്ലെയിം കൊടുത്തിട്ടുള്ളത് യെല്ലോ ഓറഞ്ച് തന്നെയാണ് കറക്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ അതും നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും പിന്നെ നമ്മൾ അങ്ങനെ ആ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നുള്ള ഒരു പൊസിഷനൊക്കെ കൊടുക്കുക. അപ്പോൾ ഇവരിവിടെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, മത്സരത്തിനുള്ള പിണ്ടി തന്നെയാണ്. അപ്പോൾ മുൻ വർഷങ്ങളിലും നിങ്ങൾ സ്ഥിരം ചെയ്യാറുണ്ടെന്നോ? ഇവിടെ ഈ ആദ്യത്തെ പക്ഷേ വെറൈറ്റി ആയിട്ട് തന്നെ എല്ലാ പ്രാവശ്യം ചെയ്യാറുണ്ട്. എല്ലാ വീടുകളിലും ചെന്നപ്പോഴും അവർ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, മത്സരം ആദ്യമായിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് എങ്കിൽ പോലും എല്ലാ വർഷങ്ങളിലും സ്ഥിരമായിട്ട് ഇവരുടെ വെറൈറ്റി മോഡൽസ് ചെയ്യുന്നവരാണ് കൂടുതൽ പേരും. അത് വലിയൊരു കാര്യമായിട്ട് തോന്നി. മത്സരം ഇല്ലെങ്കിലും നന്നായി ചെയ്യാനുള്ളവർ അത് നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇപ്രാവശ്യം ചെയ്യേണ്ട അല്ലെങ്കിൽ വലിയ പണിയാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഈ പെരുന്നാൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്തു പോകും. അത് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് എത്ര വലിയ പണിയാണെങ്കിലും നമ്മൾ ബാക്കി എല്ലാ പണികളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇത് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ചേട്ടനോട് പറയാം, മക്കളെല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇനിയും അടുത്ത വർഷങ്ങൾ ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിലും ഇനിയുള്ള വർഷങ്ങളിലെല്ലാം എത്താനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇടവഴിയൊക്കെ ആകുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റില്ല എവിടെയാണ് പിണ്ടി ഉള്ളതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കാണുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക, എവിടെയെങ്കിലും നല്ല പിണ്ടി ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ വഴികളും നമുക്ക് ചിലപ്പോൾ എത്തിപ്പെടാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ വീഡിയോയുടെ താഴെയോ അല്ലെങ്കിൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ താഴെയൊക്കെ ആയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളുടെ ഓരോരുത്തരെയും വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യുന്ന പിണ്ടികൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഞങ്ങൾ പറയായിരുന്നു ഇങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ഈ വീഡിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ട് പോകില്ലല്ലോ, എന്തായാലും അത് യൂട്യൂബിലുണ്ടാവും. അപ്പോൾ നമുക്ക് കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊക്കെ എടുത്ത് കാണാൻ പറ്റും അല്ലേ, നമ്മുടെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള പിണ്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലേ. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്, നല്ല കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ശരി. വടക്കുംചേരി ബാബുച്ചേൻ്റെ വീട്ടിലാണ് നല്ല ഭംഗിയായിട്ട് ഒരു തിരുഹൃദയം ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാബുച്ചേൻ്റെ മോളാണ് നമ്മുടെ കൂടെയുള്ളത്. പേരിങ്ങനെ ബിൽവി എന്നാണ് പേര്. അപ്പോൾ ഈ ഒരു മോഡൽ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ബാബുച്ചേൻ്റെ മരുമകളായിട്ടുള്ള ഗീതുവാണ്. ഗീതുവിൻ്റെ ഭാവിയാണ് അല്ലേ. ഓക്കെ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഈ ഒരു തിരുഹൃദയം ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷനൊക്കെ ഒന്നും പറയാനില്ല, നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ നമുക്കൊരു സജഷൻ പറയാനുള്ളത് ഗീതുവിനോട് ചോദിക്കും. ചെറിയൊരു സജഷൻ പറയുന്നുണ്ട്, വേറെ ഒന്നുമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ പ്ലീറ്റ്സിൻ്റെ എണ്ണം കുറച്ചുകൂടെ കൂട്ടാമായിരുന്നു എന്ന് തോന്നി. ബാക്കി എല്ലാം ഓക്കെയാണ് കേട്ടോ, നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഈ ഹാർട്ടിൻ്റെ പോർഷൻ തന്നെയാണ് കേട്ടോ. ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഇവിടെ ഒരു ഫ്ലവർ വേസ് ചെയ്തെടുത്തിട്ടുള്ളത് കോങ്കോത്ത് ബെന്നിയുടെ വീട്ടിലാണ്. അപ്പോൾ ബെന്നിയും ഭാര്യ സീനയും മോളും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പിണ്ടി ഇവിടെ ഇത്ര ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മത്സരത്തിനുണ്ട് ഇവർ. അപ്പോൾ ഇവിടെ ഈ ഒരു ഒറ്റ ദിവസം 1-2 ദിവസം കൊണ്ടാണ് ഇത് ചെയ്തെടുത്തത് അല്ലേ. അപ്പോൾ ശരിക്കും നന്നായിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് തന്നെയാണ് ഈ ഒരു പിണ്ടിയുടെ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല ആദ്യമായിട്ടാണ് ഇവിടെ മത്സരം നടത്തുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പം നന്നായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഫസ്റ്റ് ടൈം ഇങ്ങനെ നന്നായി ചെയ്തത് തന്നെ വളരെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഒപ്പം ഞങ്ങൾക്കൊരു ചെറിയൊരു സജഷനും കൂടെ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേസ് ഒട്ടിക്കുന്ന സമയത്ത് നമ്മളത് ഒട്ടിച്ചതിന് ശേഷമായിരുന്നു കുത്തിയിരുന്നതെന്നുണ്ടെങ്കിൽ പെർഫെക്ഷൻ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ല. എന്തായാലും ആദ്യമായിട്ട് ചെയ്തിട്ട് ഇത്രയും നന്നായി ചെയ്തല്ലോ, അതെന്നെ വലിയ കാര്യമാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യത്തേക്ക് ഒരു സജഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ സാധാരണ നമ്മളിങ്ങനെ വേസ് കുത്തുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നമ്മൾ ഇത് ഒട്ടിച്ചതിന് ശേഷം
അറ്റം കുത്തി കഴിഞ്ഞാൽ അത് കേടായി പോവോ ചെയ്യാനുള്ളൊരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ട്രബിൾ ആണ് അത് കേട്ടോ. അപ്പോൾ അങ്ങനെ പേടിയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞു തരാം. വേറൊന്നുമല്ല, നമ്മൾ ഈ ഷേപ്പ് വെട്ടിയെടുക്കുന്നത് കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ന്യൂസ് പേപ്പറിൽ നമ്മൾ ഗമ്മ് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പേപ്പർ നഷ്ടപ്പെടില്ല. നമുക്ക് ഇനിയിപ്പോൾ കേടായി പോവുകയാണെങ്കിൽ നമുക്കതൊരു വലിയ വിഷമമാവില്ലല്ലോ. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടൈം അത് സക്സസ് ആയി കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് നമുക്ക് ഈ ഒരു വേസ് നമുക്ക് ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതും കൂടെ നിങ്ങൾ ചെയ്തിരുന്നുണ്ടെങ്കിൽ സൂപ്പറായേനെ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളൊരു സജഷൻ ആണ് കേട്ടോ അത്. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ്, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഒരു വേസ് 1-2 ദിവസം കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല പണിയുള്ള കാര്യമാണ്, എളുപ്പമല്ല. 3 പേര് നന്നായി കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട്. എന്തായാലും ബെന്നി, സീനയും മോളും കൂടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും വേസോ അല്ലെങ്കിൽ ഇത്തരം മോഡലുകൾ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സജഷൻ പറഞ്ഞത്. ഇനി ഒട്ടിക്കാൻ അറിയാത്തവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഏത് മത്സരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴും വെറൈറ്റി എന്തെങ്കിലും മോഡൽ ഉണ്ടാവണേന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോവാറ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ കടുപ്പശ്ശേരിയിൽ എത്തിയപ്പോൾ ഒട്ടും നിരാശപ്പെടേണ്ടി വന്നില്ല. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മോഡൽ നമുക്കിവിടെ കാണാൻ പറ്റി. ഇത് മാളിയേക്കൽ അജീഷിൻ്റെ വീടാണ്. അജീഷിൻ്റെ ഭാര്യ അനുവാണ് ഈ ഒരു മോഡൽ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ശരിക്കും ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഇങ്ങനെ ഓസ്തി ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ ഒരു ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് പണി ഉണ്ടായിരുന്നു അല്ലേ? അത് കുറച്ച് പണി ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് തന്നെയാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. ഒറ്റയ്ക്കാണ് കേട്ടോ ഇത്രയും വർക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ട് ഉള്ളത്. അപ്പൊ ശരിക്കും എന്തായാലും തീർച്ചയായിട്ടും എന്താ പറയാ, നല്ല വർക്ക് ഉണ്ടായിരുന്നു, നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു, കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ. അപ്പൊ എന്നിട്ടും ആൾ ആ ഒരു ശ്രമം ഉപേക്ഷിക്കാണ്ട് നന്നായി തന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്തു. ഇതിപ്പോൾ വർക്ക് നടക്കണുള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനിയും കൊടികൾ ഇവിടെ കുത്തി കൊടുക്കാനുണ്ട്. അപ്പൊ എത്ര കൊടി ഏകദേശം ഉണ്ടാക്കിയിട്ടുണ്ടാവും? 250ഓളം കൊടികൾ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോക്സും അടിയിൽ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ ഈ ഒരു ലൈറ്റ് ഇതിൽ ഭംഗിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഒറ്റയ്ക്ക് ഒരാൾ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇത്രയും കൂടുതൽ ചെയ്തു എന്ന് പറയുന്ന ഒരാളെ കാണുന്നത്. അപ്പോൾ എന്തായാലും സൂപ്പർ അടിപൊളി. പെരുന്നാളായിട്ട് എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യാറുണ്ടോ? 2 വർഷം ആലയം വരുന്നു. അപ്പൊ നമ്മ മരിച്ചിട്ട് ആലയം അത് ശരി. അപ്പൊ കഴിഞ്ഞ വർഷം അത് ശരി. അതിന് മുൻപൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇനിയുള്ള എല്ലാ വർഷങ്ങളും ചെയ്തോളൂ കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഈ ഒരു വർഷം ഇവിടെ ആദ്യമായിട്ടാണ് ഇപ്പൊ വരുന്നത്. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഇവിടെ നന്നായി ഡെക്കറേറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്ന് മനസ്സിലായില്ല. അപ്പൊ ഇനിയുള്ള എല്ലാ വർഷങ്ങളിലും നമ്മളിവിടെ എത്താന്ന് വിചാരിക്കണം കേട്ടോ. അപ്പൊ എന്തായാലും നന്നായി ഡെക്കറേറ്റ് ചെയ്യാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. മത്സരത്തിന് പങ്കെടുക്കുന്നില്ല എന്നാണല്ലേ? ഇല്ല, മത്സരത്തിന് പങ്കെടുക്കുന്നില്ല. എന്നാലും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മത്സരത്തിന് വേണമെങ്കിൽ പങ്കെടുക്കാൻ പാകത്തിൽ നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അനു സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. ഞാൻ ചാനലൊക്കെ കാണാറുണ്ട് കേട്ടോ. ഞാൻ ചാനൽ കാണാറുണ്ട് നിങ്ങളുടെ. ഞങ്ങൾ വന്നിറങ്ങി ഇപ്പൊ തന്നെ എന്റെ അടുത്ത് എനിക്ക് മനസ്സിലായി കണ്ടപ്പോ തന്നെ ചാനൽ ഫസ്റ്റ് തന്നെ പറഞ്ഞാ എനിക്കറിയാം ഞാൻ ചാനൽ കാണാറുണ്ട്. അപ്പൊ താങ്ക് യു, ഒരുപാട് സന്തോഷം. നമ്മുടെ ചാനൽ കാണാറുള്ള ആളാണ്, സ്ഥിരം കാണാറുണ്ടല്ലേ? അപ്പൊ ഇനി നല്ല പിന്നൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം. അപ്പൊ ഞങ്ങൾ എന്തായാലും എത്താം. ഓക്കെ. ഈ ഒരു പിണ്ടി ഡെക്കറേഷനിലെ കളർ കോമ്പിനേഷൻ ആണ് ഏറ്റവും ഹൈലൈറ്റ് കേട്ടോ. അപ്പം നമ്മളിപ്പോഴുള്ളത് തെക്കുംപുറം ഡേവിസേൻ്റെ വീട്ടിലാണ്. ഡേവിസേൻ്റെ മക്കളാണ് അലീന, ഡിനിയ. ഓക്കെ, അപ്പം നല്ല ഭംഗിയായിട്ട് ഈ ഒരു ഡെക്കറേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൽ എത്ര ഫ്ലവേഴ്സ് ഏകദേശം കൊടുത്തിട്ടുണ്ട്? 50-ൽ കൂടുതൽ ഉണ്ടാവും അല്ലേ? 50-ലും കൂടുതൽ ഫ്ലവേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേസ് നിങ്ങൾ ചെയ്തിട്ടുള്ള പെർഫെക്ഷൻ അടിപൊളിയാണ്. പക്ഷെ ചെറിയൊരു സജഷൻ പറഞ്ഞോട്ടെ. സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമുക്ക് കാണുമ്പോൾ ചെറിയൊരു സജഷനായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ പ്ലീറ്റ്സിൻ്റെ എണ്ണം കുറച്ചും കൂടെ കൂട്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ പ്ലീറ്റ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം നല്ല ഭംഗിയാവും, സൂപ്പറായിരിക്കും കാണാനായിട്ട്. ഇപ്പോഴും നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്നാലും കുറച്ചും കൂടെ പ്ലീറ്റ്സ് ഇച്ചിരി എണ്ണം കൂട്ടായിരുന്നു എന്നുള്ളൊരു സജഷൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഓക്കെയാണ്. ഇതിൽ 53 പ്ലീറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 80-നും 90-നും ഇടയിലായിരുന്നു ഈ പ്ലീറ്റ്സ് വന്നതെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്ഷനിൽ കിട്ടിയാണ് കേട്ടോ. പിന്നെ ഇത് ഇവർ 2 പേപ്പർ ഒട്ടിച്ചിട്ടാണ് ഈ ഒരു പ്ലീറ്റ് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഒട്ടിച്ചതിന് ശേഷം തന്നെയാണ് ഇവിടെ പിണ്ടിവ സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പെർഫെക്ഷൻ, ആ ഡയമണ്ട് ഷേപ്പൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ തന്നെയാണ് ആ ഒരു പെർഫെക്ഷനിൽ നമുക്ക് കിട്ടുള്ളൂ.
അപ്പോൾ സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടിയാണോ ഇത് ചെയ്തത്? അമ്മയുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അമ്മയുണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ പേര് എന്താ? ജാൻസി. അപ്പോൾ ജാൻസി ചേച്ചി കൂടിയാണ് ഈ ഒരു വർക്ക് ഇവിടെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സൂപ്പറായിട്ടുണ്ട്. മത്സരത്തിന് കൊടുത്തിട്ടുണ്ട് അല്ലേ? നമ്മൾ സാധാരണ ഫ്ലവർ വേസ് കണ്ടിട്ടുള്ളത് അടിഭാഗത്ത് പ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ഇവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലവർ വേസ് മോഡലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിൽ പ്ലീറ്റ്സിന് പകരം ഇവിടെ ഫ്ലവേഴ്സ് തന്നെയാണ് ഉണ്ടാക്കി ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വേസിൻ്റെ പോർഷൻ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കാർഡ്ബോർഡ് വെച്ചിട്ടാണ്. കാർഡ്ബോർഡിൽ വേസിൻ്റെ ഷേപ്പ് വെട്ടിയെടുത്തു അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വേസ് ഇവിടെ കാണുന്നത് കാച്ചപ്പള്ളി വർഗീസേട്ടൻ്റെ വീട്ടിലാണ്. വർഗീസേട്ടൻ്റെ 2 മക്കളാണ് ഇവർ രണ്ടുപേരും. അനറ്റ്, അലീന. അനറ്റിന്റെ ഹസ്ബൻഡ് ആണ് അല്ലേ? പേര് വിമൽ. ഓക്കെ, അപ്പൊ എവിടെയാണ് വീട്? മങ്ങാടാണ് വിമലിന്റെ വീട്. അപ്പൊ ഈ ഒരു ഡിസൈൻ ഇവിടെ ചെയ്തിട്ടുള്ള ആള് അനറ്റാണ് അല്ലേ? അലീന. ഓക്കെ, സോറി, അലീനയാണ്. അപ്പൊ അലീന ഒറ്റയ്ക്കാണോ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്? അപ്പച്ചനും അമ്മച്ചിയും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് അലീന ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഏകദേശം എത്ര പൊടികൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും? 200-ലധികം പൊടികൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വേസ് വെട്ടിയെടുക്കാനായിട്ട് ഇങ്ങനെ 2 സെറ്റായിട്ടാണ് അത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് ഒട്ടിച്ചാണ് സെൻറ്റർ പോർഷൻ 4 മുറിച്ചെടുത്തിട്ട് 4 കൂടി ജോയിൻ ചെയ്യും. അടിഭാഗവും അങ്ങനെയാണ് ചെയ്യും. എന്നിട്ട് അത് 2 കൂടെ ഒട്ടിച്ചു കൊടുത്തു അല്ലേ? അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇതുവരെ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മോഡലായിട്ട് തോന്നി. അപ്പോൾ മത്സരത്തിനുള്ള പിണ്ടി തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ സമ്മാനം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ ഇത്രയും നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ആൾക്ക് അഭിനന്ദനങ്ങൾ.